നമ്മൾ ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു അല്ലേ. അപ്പോൾ ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് പഠിച്ചപ്പോൾ നമ്മൾ അതിൽ സിമ്പിൾ ഗ്രാഫ്സ് എന്താണെന്ന് പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അല്ലേ സിമ്പിൾ ഗ്രാഫ്സിൻ്റെ ടൈപ്സ്, വേറെയുള്ള ഓരോ സിമ്പിൾ ഗ്രാഫിൻ്റെ ടൈപ്പുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രാഫിൻ്റെ പേരാണ് ബൈപാർട്ടീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബൈപാർട്ടീറ്റ് ഗ്രാഫ് എന്ന് നോക്കണം. അപ്പോൾ ഡെഫിനേഷൻ എന്താ പറയുന്നത് നോക്കാം. എ സിമ്പിൾ ഗ്രാഫ് ജി ഈസ് കാൾഡ് ബൈപാർട്ടീറ്റ് ഇഫ് its vertex set V can be partitioned into two disjoint sets V1 and V2 such that every edge in the graph connect a vertex in V1 and a vertex in V2 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഞാൻ ഫുൾ വായിച്ചു തരാം. സോ ദാറ്റ് no edge in G connect either two vertices in V1 or two vertices in V2. When this condition hold, we called the pair V1 and V2 a bipartition of the vertex set V of G എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയുന്നത് എന്താണ്, നമുക്കൊരു സിമ്പിൾ ഗ്രാഫ് ബൈപാർട്ടേറ്റ് ആണെന്ന് പറയണം അല്ലേ. ഒരു സിമ്പിൾ ഗ്രാഫ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണെന്ന് പറയണം. അപ്പോൾ എന്താ നമ്മൾ പറയണേ, ഇഫ് ഇറ്റ്സ് വെർട്ടെക്സ് സെറ്റ് ക്യാൻ ബി പാർട്ടീഷൻ ഇൻ ടു ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് V1 ആൻഡ് V2 അല്ലേ. എന്താ ഇപ്പോൾ ഈ പറയണേ, നമുക്ക് ഒരു ഗ്രാഫ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു സെറ്റ് ഓഫ് വെർട്ടീസസ് ഉണ്ടായിരിക്കും അല്ലേ. V is equal to നമുക്ക് A B C D എന്നിപ്പോൾ ഞാൻ 4 എടുത്തെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ V എന്ന് പറയുന്നതിനെ 2 സെറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യണം, പാർട്ടീഷൻ ചെയ്യണം. പാർട്ടീഷൻ ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അതായത് ഇപ്പം ഞാൻ V1 is equal to A, D എന്നെടുത്തു. ദെൻ V2 is equal to ഞാൻ എന്തെടുക്കുകയാണ്, B C എന്നെടുത്തു. ഓക്കെ, ഇതാണ് ഈ വെർട്ടെക്സ് സെറ്റ് ക്യാൻ ബി പാർട്ടീഷൻ ഇൻ ടു ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താ ഇപ്പോൾ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് രണ്ടിനും കൂടി കോമൺ ആയിട്ടൊന്നും വരാൻ പാടില്ല. അതായത് ഈ വെർട്ടിസസ് കോമൺ ആയിട്ടൊന്നും വരാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പാർട്ടീഷൻ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു V1ൻ്റെ കൂടെ ഒരു B ആഡ് ചെയ്താലോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാനൊരു എ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പാർട്ടീഷൻ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നോക്കിക്കേ, ഈ 2 സെറ്റിനും കോമൺ ആയിട്ട് എയും ഉണ്ട്, അതേമാതിരി കോമൺ ആയിട്ട് ബിയും ഉണ്ട്. അപ്പോൾ അങ്ങനെ വല്ലാണ്ട്, അതായത് ഞാൻ നേരത്തെ പാർട്ടീഷൻ ചെയ്ത V1 is equal to AD യും V2 is equal to BC ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പാർട്ടീഷൻ ചെയ്യണം. ഡിസ്ജോയിൻ്റ് ആയിട്ട് തന്നെ പാർട്ടീഷൻ ചെയ്യണം. അങ്ങനെ V1ൻ്റെയും V2നെയും നമ്മൾ പാർട്ടീഷൻ ചെയ്യണം. ഓക്കെ, പിന്നെ എന്താ പറയണത്, സച്ച് ദാൻ എവരി എഡ്ജ് ഇൻ ദ ഗ്രാഫ് കണക്ട്സ് എ വെർട്ടെക്സ് ഇൻ V1 ആൻഡ് എ വെർട്ടെക്സ് ഇൻ V2 എന്ന് പറഞ്ഞു. അതായത് ഏതൊരു എഡ്ജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും, ഗ്രാഫിൽ ഏതൊരു എഡ്ജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതായത് V1 എന്ന് പറയുന്ന ഒരു സെറ്റിൽ നമ്മൾ വെർട്ടെക്സ് എഴുതി, V2 എന്ന് പറയുന്ന പോയിന്റിൽ വെർട്ടെക്സ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ V1ഉം V2ഉം തമ്മിൽ നമുക്കൊരു കണക്ഷൻ വരയ്ക്കാൻ പറ്റണം. അതായത് ഏതൊരു എഡ്ജും എന്ന് പറയുന്നത് V1ലുള്ള ഒരു വെർട്ടെക്സിനെ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം, V2 ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം എന്നാണ് നമ്മളോട് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അതായത് V is equal to നമുക്ക് A B C D E എന്ന് ഞാൻ എടുത്തു. അപ്പം ഞാനിതിനെ പാർട്ടീഷൻ ചെയ്തു 2 സെറ്റ്സ് ആക്കിയിട്ട് V1 എന്ന് പറയണതും V2 എന്ന് പറഞ്ഞ 2 സെറ്റ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. ഇതിൽ ഞാൻ A B C കൊടുത്തു, ഇതിൽ Dയും Cയും കൊടുത്തു. അപ്പം നമുക്കിവിടെ ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഗ്രാഫ് ഞാൻ വരച്ചിട്ടില്ല, ഗ്രാഫ് ഉണ്ടായിരുന്നു, ആ ഗ്രാഫ് ബൈപാർട്ടേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്തേ പറ്റുള്ളൂ, അതായത് V1ലുള്ള ഒരു വെർട്ടെക്സിൽ നിന്ന് V2ലേക്കുള്ള ഒരു വെർട്ടെക്സിലേക്കുള്ള ഒരു എഡ്ജിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അതേമാതിരി അതാണ് ഇവിടെ പറയുന്നത്, every edge in the graph connects a vertex in V1 and a vertex in V2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യണം, ഇങ്ങനെ കണക്ട് ചെയ്യണം, ഏത് എഡ്ജും അങ്ങനെ തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ എന്താ ഇവിടെ പറയാൻ പറ്റാത്ത, നോ എഡ്ജ് ഇൻ G ദാറ്റ് കണക്ട് എയ്തർ ടു വെർട്ടിസസ് ഇൻ V1. അതായത് ഈ എയും ബിയും തമ്മിൽ ഇനി നമുക്ക് എന്ത് പാടില്ല, അതായത് ഒരു എഡ്ജ് പാടില്ല. അതേമാതിരി തന്നെ ഡിയും സിയും ഉള്ള ഈ വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാൽ ഇവ തമ്മിൽ നമുക്ക് എന്ത് പാടില്ല, ഒരു
എഡ്ജ് വരാൻ പാടില്ല, അല്ലെങ്കിൽ ബിയും സിയും തമ്മിലൊരു എഡ്ജ് വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, അങ്ങനെ വരികയാണ് ഗ്രാഫ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈ പാർട്ടീറ്റ് ഗ്രാഫ് എന്ന് നമ്മൾ പറയാൻ പറ്റും. ഓക്കെ, എന്താണ് ബൈ പാർട്ടീറ്റ് ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ. ഇനി നമ്മളിവിടെ ഒരു വേർഡ് കൂടിയും കണ്ടു. എന്താണ് പറഞ്ഞത്, ബൈ പാർട്ടീഷൻ ഓഫ് ദ വെർട്ടെക്സ് സെറ്റ് വി ഓഫ് ജി എന്ന്, അല്ലേ. എ ബൈ പാർട്ടീഷൻ ഓഫ് ദ വെർട്ടെക്സ് സെറ്റ് വി ഓഫ് ജി എന്നുകൂടി നമ്മൾ പറഞ്ഞു. അതായത് ഈ ഒരു കണ്ടീഷൻ, അതായത് നമ്മൾ വി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് സെറ്റിനെ രണ്ട് എന്തായിട്ട് മാറി, V1 എന്നും V2 എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് സെറ്റായിട്ട് മാറ്റി. അപ്പം ഗ്രാഫിലുള്ള എല്ലാ എഡ്ജും, എവരി എഡ്ജ് ഇൻ ദ ഗ്രാഫ് എന്ന് പറയുന്നത് V1ലുള്ള ഒരു വെർട്ടെക്സിനെയും V2ലുള്ള ഒരു വെർട്ടെക്സിനെയും തമ്മിൽ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അല്ലാതെ V1ലുള്ള രണ്ട് വെർട്ടെക്സ് തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, കണക്ട് ചെയ്യാൻ പാടില്ല. അതായത് ഇവിടെ വേറൊരു വെർട്ടെക്സ് V2 ഇതിലുണ്ടായിരുന്നെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഒരു എഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വരുന്ന ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എ പെയർ V1 V2 എന്ന് പറയുന്നത്. അതായത് നമ്മൾ വി എന്ന് പറയുന്ന ഒരു സെറ്റിനെ നമ്മൾ V1 V2 ആക്കിയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തു. അവിടുത്തെ പ്രത്യേകത എന്താണ്, V1ലുള്ള രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ, അതായത് V1ലുള്ള വെർട്ടെക്സുകൾ, ഇപ്പോൾ V1 ആണ് ഇതായിട്ട് തീർത്തേക്കും, V1ലുള്ള വെർട്ടിസസ് തമ്മിൽ എന്തിൽ പാടില്ല, എഡ്ജസ് ഉണ്ടായിരിക്കില്ല. അതുമാതിരി തന്നെ V2ലുള്ള വെർട്ടിസസ് തമ്മിൽ എഡ്ജസ് ഉണ്ടായിരിക്കില്ല. അങ്ങനെ വരുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ പറയുന്നത് ബൈ പാർട്ടീഷൻ ഓഫ് ദ വെർട്ടെക്സ് സെറ്റ് വി ഓഫ് ജി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ പോരല്ലോ, നമുക്ക് എക്സാമ്പിൾ കൂടിയും പഠിക്കണം. സോ ബൈ പാർട്ടീറ്റ് ഗ്രാഫിന് എക്സാമ്പിളാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ്സ് ഉണ്ട്, നമുക്കിങ്ങനെ ഗ്രാഫ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് ഞാനിപ്പോൾ ഇതിനെ V1 എന്ന് വേണ്ട അല്ലേ, ABC എന്ന് പേര് കൊടുക്കാം. ABCDE എന്ന് കൊടുത്തു പേര്. അപ്പോൾ നമുക്ക് വി എന്ന് പറയുന്ന സെറ്റ് വെർട്ടെക്സുകളുടെ സെറ്റ് നമുക്ക് ഏതായിരുന്നു, ABCDE എന്നായിരുന്നു നമുക്ക് വെർട്ടിസസുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു, അല്ലേ. ഇനി ഇതിനെ നമുക്ക് V1 V2 എന്ന് പറയുന്ന രണ്ട് സെറ്റ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യണം, അല്ലേ. ഇപ്പോൾ V1 എന്നും V2 എന്നും ഞാൻ പാർട്ടീഷൻ ചെയ്യാണ്. ഇപ്പോൾ V1 എന്ന് പറയുന്ന സെറ്റിൽ ഏത് വെർട്ടിസസ് മാത്രമേ ഉണ്ടാവുള്ളൂ, A മാത്രമേ ഉള്ളൂ. V2 എന്ന് പറയുന്ന ഇതിൽ ഏതൊക്കെ ഉണ്ട്, B ഉണ്ട്, അതുമാതിരി തന്നെ CDE എന്ന് പറയുന്ന വെർട്ടിസസ് ഉണ്ട്, അല്ലേ. അപ്പം ഇനി നോക്കിക്കേ, ഈ ഗ്രാഫിലെ എഡ്ജസ് എവിടെ നിന്ന് എവിടേക്കാണ് ഒരു എഡ്ജ് ഉള്ളത്, അതായത് എയിൽ നിന്ന് ബിയിലോട്ടാണ് ഒരു എഡ്ജ്, അതുമാതിരി തന്നെ എയിൽ നിന്ന് സിയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, എയിൽ നിന്ന് ഡിയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, എയിൽ നിന്ന് ഇയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, അല്ലേ. അപ്പം നമുക്ക് എഡ്ജ് ഇങ്ങനെ പറയാം, അല്ലേ. എയിൽ നിന്ന് ബിയിലോട്ട്, ഡി ഇയിലോട്ട്. അതായത് ബിയിൽ നിന്ന് സിയിലോട്ട് ഇവിടെ ഒരു എഡ്ജ് ഉണ്ടോ, ഇല്ല. അപ്പോൾ എല്ലാ എഡ്ജ് എന്ന് പറയുന്നതും V1ലുള്ള വെർട്ടിസസിനെയും V2ലുള്ള വെർട്ടിസസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. V2 ഇനിയിപ്പോൾ ഇവിടെ വേറൊരു പോയിന്റ് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കണ്ട. ഇനി ഇവിടെ നോക്കേണ്ടത് ബിയും ഡിയും തമ്മിലൊരു എന്താ പറയുക എഡ്ജ് ഉണ്ടോ, ഇല്ല. അതേമാതിരി തന്നെ സിയും ഡിയും തമ്മിലൊരു എഡ്ജ് ഉണ്ടോ, ഇല്ല. അതുമാതിരി തന്നെ ഡിയും ഇയും തമ്മിലൊരു എഡ്ജ് ഉണ്ടോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഗ്രാഫിന് എന്ത് പറയാൻ പറ്റും, ബൈ പാർട്ടീറ്റ് ഗ്രാഫ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗർ ഇങ്ങനെയായിരുന്നു വിചാരിച്ചോ, ഇപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫിഗർ കൂടി ഉണ്ടായിരുന്നു എങ്കിൽ, ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇതേമാതിരി തന്നെ V1ഉം V2 ആയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തു. ഇപ്പോൾ നമുക്ക് എന്ത് പറയാം, ABCDE. ഓക്കെ, ഇപ്പോൾ V1ൽ എയും ബാക്കി V2 എന്ന് പറയുന്നത് BCDE ആണ് നമുക്ക് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് നമുക്കൊരു എഡ്ജ് ഉണ്ട്, അല്ലേ. അതേമാതിരി തന്നെ എയിൽ നിന്ന് സിയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, സോ എയിൽ ടു സി ഉണ്ട്. അതുമാതിരി തന്നെ എയിൽ നിന്ന് ഡിയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, സോ എയിൽ നിന്ന് ഡിയിലോട്ട് ഒരു എഡ്ജ് വരച്ചു. എയിൽ നിന്ന് ഇയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, സോ എയിൽ നിന്ന് ഇയിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എഡ്ജ് വരച്ചു. ഇനി നമുക്ക് ഒരു എഡ്ജ് കൂടി ഉണ്ട്, എവിടുന്ന് എടുക്കുകയാണ്, ഡിയിൽ നിന്ന് ഇയിലോട്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള ഒരു കണക്ഷൻ വന്നു, അല്ലേ. അതായത് V2ലുള്ള അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രണ്ട് വെർട്ടെക്സ് സെറ്റായിട്ട് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെർട്ടെക്സ് സെറ്റിലെ വെർട്ടെക്സുകൾ തമ്മിൽ എന്ത് വരാൻ പാടില്ല, എഡ്ജ് വരാൻ പാടില്ല. പക്ഷെ ഇവിടെ V2ൽ എന്ത് ഉണ്ടായി, അതിലെ വെർട്ടെക്സുകൾ തമ്മിൽ, അതായത് ഡിയും ഇയും തമ്മിൽ നമുക്ക് എന്തുണ്ടായി, ഒരു എഡ്ജ് വരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ടീഷൻ, ബൈ പാർട്ടീഷൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ, ഇല്ല. അപ്പം ഞാനിപ്പോൾ ഈ ഗ്രാഫിനെ മാറ്റി, അതായത് ന്യൂ ഗ്രാഫാക്കി വരച്ച ഈ ഒരു ഗ്രാഫ്
ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ബൈപാർട്ടേറ്റ് ഗ്രാഫ് അല്ല അല്ലേ? കാരണം എന്താണ്? അതായത് നമ്മളൊരു വെർട്ടെക്സ് സെറ്റ് രണ്ടെണ്ണാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്ജോയിൻറ്റ് വെർട്ടെക്സ് സെറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെർട്ടെക്സ് സെറ്റിൽ അതായത് V1 നിന്ന് V2ലേക്ക് മാത്രമാണ് എഡ്ജുകൾ വരാൻ പാടുള്ളൂ. V1ലെ 2 എലമെൻറ്റ്സ് തമ്മിലോ അല്ലെങ്കിൽ V2ലെ 2 എലമെൻറ്റ്സ് തമ്മിലോ എന്ത് വരാൻ പാടില്ല? ഒരു എഡ്ജ് വരാൻ പാടില്ല. അതിന് വന്നു കഴിഞ്ഞാൽ അത് എന്താവില്ല? ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് ആവില്ല. ഓക്കെ, അത്രയാണ് ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ് നോക്കിക്കേ. ഇതാണ് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ വരുന്നത്. ഇതിനെ നമുക്ക് ഞാനിപ്പോൾ പേര് ഇവിടെ കൊടുത്തിട്ടില്ല, ABCDEFG എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. V1 V2 എന്ന് പറയുന്ന രണ്ട് സെറ്റ്സ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെ, അതായത് നമുക്കിവിടെ V എന്ന് പറയുന്നത് ABCDEF ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഏതൊക്കെ ആയിട്ട് രണ്ടെണ്ണമായിട്ട് പാർട്ടീഷൻ ചെയ്യാം? V1 = നമുക്ക് ACE എന്ന് പറയുന്നത്, അതുമാതിരി തന്നെ V2 = നമുക്ക് എന്ത് പറയാൻ പറ്റും? BDFG എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം, എയിൽ നിന്ന് ബിയിലോട്ട് ഒരു വെർട്ടീസസ് ഉണ്ട്, സിയിൽ നിന്ന് ഡിയിലോട്ട്, ദെൻ ഡിയിൽ നിന്ന് ഇയിലോട്ട് ഒരു വെർട്ടീസസ് ഉണ്ട്, ഇയിൽ നിന്ന് എഫിലോട്ട് ഉണ്ട്, ദെൻ ഇയിൽ നിന്ന് എഫിലോട്ടല്ല, ഇയിൽ നിന്ന് ജിയിലോട്ടൊരു വെർട്ടീസസ് ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് മനസ്സിലായി, അതായത് എഡ്ജസുകൾ, അതായത് V1ലെ ഒരു വെർട്ടെക്സിനും V2ലെ ഒരു വെർട്ടെക്സിനും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു വെർട്ടെക്സും, അതായത് V1ലെ 2 വെർട്ടീസസ് തമ്മിൽ എന്തില്ല? ഓരോ എഡ്ജസ് ഒന്നുമില്ല. ബിയും ഡിയും തമ്മിൽ എഡ്ജ് ഉണ്ടോ? ഇല്ല. ഡിയും എഫും തമ്മിൽ എഡ്ജില്ല, എഫും ജിയും തമ്മിലൊന്നും എഡ്ജസ് ഇല്ല. അതുകൊണ്ട് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ബൈപാർട്ടേറ്റ് ഗ്രാഫാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി എപ്പോഴും നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ വരച്ച എക്സാമ്പിളിലൊക്കെ നമുക്ക് V1ഉം V2 ആയിട്ട് വെർട്ടീസസിന്, ഇവിടെയുള്ള ഈ ഒരു പോർഷനിലുള്ള വെർട്ടീസസിന് V1 എന്നും ഈ ഒരു പോർഷനിലുള്ള വെർട്ടീസസിനെ V2 എന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ഡയറക്റ്റ്ലി മനസ്സിലാവും. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ ഗ്രാഫ് വരച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇതുമാതിരി തന്നെ ആയിരിക്കണം ഗ്രാഫ് എന്നില്ല. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിളാണ് ഇത്. ഇതും ഇതേമാതിരി നിങ്ങൾ എങ്ങനെയാണ് വെർട്ടെക്സ് സെറ്റിനെ ഡിസ്ജോയിൻ്റ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അത് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആക്കിയിട്ട് വന്ന് എന്നുള്ള കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാനൊരു പ്രോബ്ലം ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബൈപാർട്ടേറ്റ് ആണെന്ന് ഇപ്പം ഞാൻ നേരത്തെ ഇതിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഡയറക്റ്റ്ലി ഞാൻ നിങ്ങൾക്ക് V1 ആൻഡ് V2 എന്ന് പറയുന്ന തരത്തിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വെർട്ടെക്സ് സെറ്റിനെ പാർട്ടീഷൻ ചെയ്യുന്ന തരത്തിലായിരുന്നു ഗ്രാഫ് വരഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അല്ലാതെ വരുന്ന ഒരു കേസാണ് ഇവിടെ പറയുന്നത്. ഇപ്പം നമുക്കിവിടെ എന്ന് പറയണത് എന്താണ് പ്രോബ്ലം തന്നിട്ടുള്ളത്? പ്രോബ്ലം ഷോ ദാറ്റ് C6 ഈസ് ബൈപാർട്ടേറ്റ്. ഓക്കെ, ഇപ്പം നമ്മളോട് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? C6 ഈസ് ബൈപാർട്ടേറ്റ് ആണെന്ന് നമുക്ക് കാണിക്കണം. ഇപ്പം എന്താ C6ൻ്റെ ഫിഗർ നമുക്കറിയണം അല്ലേ? എന്താ C6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളാണ് അല്ലേ? ആ സൈക്കിളിൽ നമുക്ക്, അതായത് CN എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈക്കിളാണെന്നും, WN ഡിനോട്ട് ചെയ്ത വീലാണ്, KN എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കംപ്ലീറ്റ് ഗ്രാഫാണ് അല്ലേ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ N എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യാറ്? ആ ഗ്രാഫിലുള്ള നമ്പർ ഓഫ് വെർട്ടീസസിനെയാണ് ഡിനോട്ട് ചെയ്യാറ്. അപ്പോൾ ഇവിടെ C6 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് എത്ര വെർട്ടീസസ് വേണം? 6 വെർട്ടീസസ് വേണം. അതെന്ന് പറയുന്നത് ഒരു സൈക്കിൾ ആയതുകൊണ്ട് എല്ലാ വെർട്ടീസസും തമ്മിൽ എന്ത് വേണം? ഒരു കണക്ഷൻ വേണം. സോ നമ്മൾ C6ൻ്റെ ഗ്രാഫ് വരച്ചു വെച്ചു അല്ലേ? ഇപ്പോൾ ഈ ഒരു തരത്തിലാണ് C6ൻ്റെ ഗ്രാഫ് വരുന്നത്. ഇനി നമുക്കിത് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണെങ്കിൽ നമുക്കിതിൻ്റെ വെർട്ടീസസിനെ, ഇപ്പം നമുക്ക് ക്യാപിറ്റൽ V എന്ന് പറയുന്ന വെർട്ടീസസുകളുടെ കളക്ഷൻ ഇവിടെ ഏതാണ്? V1, V2, V3, V4, V5, V6 വരെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? 2 സെറ്റ്സ് V1 ആൻഡ് V2 ആയിട്ട് എന്ന് പറയുന്നത് പാർട്ടീഷൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം നമുക്കിത് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണോ എന്ന് നോക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ V1 എന്ന് പറയുന്നതിന് ഞാൻ ഏതൊക്കെ ആക്കിയിട്ട് എടുത്തു? V1 എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ഉള്ളിൽ V1ഉം V6ഉം V5ഉം വന്നു. നെക്സ്റ്റ് നമുക്ക് ഉള്ളത് ബാക്കി ഏതായിരിക്കും? V2, V3, V4 എടുത്തു നോക്കി. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് V1ഉം V2ഉം തമ്മിൽ ഇവിടെ ഒരു എഡ്ജ് ഉണ്ട് അല്ലേ. സോ നമ്മൾ V1ഉം V2ഉം തമ്മിൽ ഒരു എഡ്ജ് പറഞ്ഞു. ദെൻ V2 V3യും തമ്മിൽ ഒരു എഡ്ജ് അല്ലേ. നോക്കിക്കേ, ഇപ്പോൾ V2ഉം V3യും ഇപ്പം സെയിം വെർട്ടെക്സ് സെറ്റിൽ തന്നെ നമുക്കൊരു എഡ്ജ് വന്നു അല്ലേ. അപ്പം അവിടെ നിന്ന് തന്നെ നമ്മൾ എന്ത് പറയരുത്, ഡയറക്റ്റ്ലി ബൈപാർട്ടേറ്റ് അല്ല എന്ന് പറയരുത്. നമുക്ക് മനസ്സിലായോ? അതായത് V1 ഞാൻ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തു, പിന്നെ V1ൽ നിന്ന് V2ലോട്ട് ഒരു എഡ്ജ് വരുന്നു, ദെൻ V2ൽ നിന്ന് V3ലോട്ട് നമുക്ക് വീണ്ടും ഒരു എഡ്ജ് വരുന്നുണ്ട്. സോ നമുക്ക് എന്ന് പറയുന്നത് V2ൻ്റെ ഉള്ളിലുള്ള രണ്ട് വെർട്ടീസസ് തമ്മിൽ നമുക്ക് എന്തുണ്ട് എന്ന് പറയണത്, ഒരു എഡ്ജ് വന്നു അവിടെ അല്ലേ. അപ്പം അങ്ങനെ പാർട്ടീഷൻ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫ് ബൈ പാർട്ടേറ്റ് ആവാൻ പറ്റില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി അതോടെ എന്തല്ല, ആ ഗ്രാഫ് ബൈ പാർട്ടേറ്റ് ഗ്രാഫ് അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് വേറെ ഏതെങ്കിലും പാർട്ടീഷൻ, അതായത് V1 V2 എന്ന് പറയുന്ന ഒരു പാർട്ടീഷൻ നടത്തിയിട്ട് നമുക്ക് അതിൽ V1ലെയും V2ലെയും വെർട്ടിസസോളെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ നോക്കുക. എങ്ങനെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് അതിനെ വേറെ എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പാർട്ടീഷൻ നടത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളിവിടെ V1നെയും V2നെയും നമ്മൾ പാർട്ടീഷൻ എടുത്തിരിക്കുകയാണ് V1 V2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ V1ൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്, V1ലുള്ള വെർട്ടീസസ് എടുത്തിരിക്കുന്നത് V1 V3 ആൻഡ് V5 എന്ന് പറയുന്നത് വെർട്ടീസസിനെയാണ് നമ്മൾ V1ൽ എടുത്തത് അല്ലേ. ഇനി അതേമാതിരി V2ൽ ബാക്കിയുള്ളത് V2 V4 V6 എന്ന് പറയുന്ന വെർട്ടിസസിന് നമ്മൾ V2 എന്ന് പറയുന്ന ഈ ഒരു സെറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, എടുത്തു. അങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, എങ്ങനെയാണ് എന്താ പറയുക, സെയിം വെർട്ടിസസ് തമ്മിൽ എന്താ പറയുക ഒരു അതായത് V1ലുള്ള വെർട്ടിസസ് തമ്മിൽ എഡ്ജസ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. പിന്നെ V1ലെയും V2ലെയും തമ്മിലുള്ള വെർട്ടിസസ്, അതായത് ഈ എന്താ പറയുക ഗ്രാഫിലുള്ള ഏതൊരു എഡ്ജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ എഡ്ജ് എന്ന് പറയുന്നത് V1ലുള്ള ഒരു വെർട്ടെക്സിനെയും V2ലുള്ള ഒരു വെർട്ടെക്സിനെയും കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ പാർട്ടീഷൻ ചെയ്തു അല്ലേ. നമുക്കിവിടെ ഇവിടുന്ന് എഡ്ജ് ഉണ്ട്, V1ൽ നിന്ന് V2ലോട്ട് ഒരു എഡ്ജ്. സോ നമ്മൾ വരികയാണ് V1ൽ നിന്ന് V2ലോട്ട് വരുന്നത് അല്ലേ. ഇനി നമ്മളോട് പറയണത് എന്താ, V2വിൽ നിന്ന് V3ലോട്ട്. സോ V2വിൽ നിന്ന് V3ലോട്ട് ഞാൻ വരച്ചു. നെക്സ്റ്റ് എവിടെ നിന്ന്, V3യിൽ നിന്ന് V4ലോട്ട്. സോ V3 to V4 ആൻഡ് V4 to V5. V4ൽ നിന്ന് V5ലേക്ക് വരച്ചു. ദെൻ V5 to V6. സോ V5 to V6. ദെൻ V6 to V1 അല്ലേ. ഇപ്പോൾ V6 to V1 എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം നോക്കിക്കേ, നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്, അതായത് നമ്മുടെ ഗ്രാഫിലുള്ള എല്ലാ എഡ്ജസിനെയും നമുക്ക് V1ലുള്ള ഒരു വെർട്ടെക്സ് പിന്നെ V2ലുള്ള വെർട്ടെക്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസ് വരയ്ക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ ഈ നമ്മുടെ ഗിവൺ ആയിട്ടുള്ള ഗ്രാഫിലെ ഏതൊരു എഡ്ജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ V1നെയും V2നെയും ഈ ഒരു രീതിക്ക് പാർട്ടീഷൻ ചെയ്ത്, അതായത് V എന്ന് പറയുന്ന വലിയ സെറ്റിനെ, വെർട്ടെക്സുകളുടെ സെറ്റിനെ V1 V2 എന്ന് പറയുന്ന ഈ രണ്ട് പാർട്ടീഷനായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇവരി എഡ്ജ് ഇൻ ദ ഗ്രാഫ് G ദാറ്റ് കണക്ട് എ വെർട്ടെക്സ് ഇൻ V1 ആൻഡ് എ വെർട്ടെക്സ് ഇൻ V2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ V1ലെയും V2ലെയും തമ്മിൽ, അല്ല V1ലെ ഏതെങ്കിലും രണ്ട് വെർട്ടിസസ് തമ്മിൽ, ഇപ്പോൾ V1ഉം V3യും തമ്മിൽ നമുക്ക് എഡ്ജ് ഉണ്ടോ അല്ലേ. V1ഉം V3യും തമ്മിൽ എഡ്ജ് ഉണ്ടോ, ഇല്ല. അതേമാതിരി V3 to V5 എന്ന് പറയുന്നത് എഡ്ജ് ഉണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അപ്പം ശരിയാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് ഒന്നും വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള തരത്തിൽ നമുക്കൊരു ബൈപാർട്ടീഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. വെർട്ടെക്സ് സെറ്റുകളുടെ ഒരു ബൈപാർട്ടീഷൻ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈപാർട്ടീറ്റ് ഗ്രാഫ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഈ ഒരു ഗ്രാഫിൽ തന്നെ ഇപ്പോൾ ഇതേ പാർട്ടീഷൻ നടത്തുന്ന സമയത്ത് ഞാൻ V3 to V5 എനിക്കൊരു ലൈൻ ഉണ്ട്, V5 to V1ഉം അതേമാതിരി തന്നെ V1 to V3, ഇങ്ങനെയാണ് ഞാൻ ഗ്രാഫ് എടുത്തു തരുന്നതെങ്കിൽ ഇവിടെ നോക്കിക്കേ, V1 to, അതായത് ഈ V1ലെ രണ്ട് വെർട്ടിക്സസ് തമ്മിൽ ഒരു എഡ്ജ് വരുന്നുണ്ട് അല്ലേ. അതേമാതിരി തന്നെ പിന്നെ ഇവിടെ നിന്നുണ്ട് V1 to V3യും വരുന്നുണ്ട്, V1 to V3യും വരുന്നുണ്ട്. ദെൻ V3 to V5 നമുക്കൊരു എഡ്ജ് ഉണ്ട്. സോ ഇങ്ങനെ ഒരു എഡ്ജ്, ഈ ഒരു ബൈ പാർട്ടീഷൻ ഇങ്ങനെ ഉള്ള ഒരു തരത്തിൽ ഈ ഗ്രാഫിന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായി, അതായത് ഒരു വെർട്ടെക്സ് സെറ്റിലുള്ള വെർട്ടെക്സസ് തമ്മിൽ തന്നെ എഡ്ജസോളുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് എന്താവും, ബൈ പാർട്ടീറ്റ് ഗ്രാഫ് ആവുമോ, ഇല്ല. അത്രയും കാര്യം.
ഇപ്പം നമ്മളോട് കാണിക്കാൻ പറഞ്ഞ് C6 ഈസ് ബൈപാർട്ടീറ്റ് എന്ന് ഷോ ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ബൈപാർട്ടീഷൻ എന്ന് പറയുന്നത്, നമുക്ക് V is equal to V1 V2, അതായത് നമ്മൾ അത് എഴുതണം V is equal to V1 V2 എക്സെട്ര അപ് ടു V6 വരെ വെർട്ടീസസ് ഉണ്ട്. അതിന് നമ്മൾ V1 V2 എന്ന് പറഞ്ഞിട്ട് ഇതേ ഒരു തരത്തിൽ പാർട്ടീഷൻ നടത്തുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗിവൺ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അവർ C6 എന്ന് പറയുന്നത് ബൈപാർട്ടാണ്. ഓക്കെ, ഇപ്പം നമുക്ക് എക്സാമിൽ എഴുതണ്ടേ, അപ്പം അതെങ്ങനെ വേർഡ്സിൽ എഴുതാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. C6 ഈസ് ബൈപാർട്ടേറ്റ് ബിക്കോസ് ഇറ്റ്സ് വെർട്ടെക്സ് സെറ്റ് V can be partition into two sets. V1 is equal to V1 V3 V5 and V2 is equal to V2 V4 V5 and every edge of C6 connect a vertex in V1 and a vertex in V2 എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗിവൺ ഗ്രാഫ് എന്ന് പറയുന്നത് ബൈപാർട്ടീറ്റ് ഗ്രാഫ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ C6 ഈസ് ബൈപാർട്ടീറ്റ് ആണെന്ന് പറയണ അത് നമ്മളോട് എങ്ങനെ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് C6 വരയ്ക്കാൻ അറിയണം. ആ C6 വരച്ചിട്ട് ഇങ്ങനെയുള്ള തരത്തിലൊരു ബൈപാർട്ടീഷൻ എടുക്കണം. ഞാൻ ഫസ്റ്റ് വരഞ്ഞ് കാണിച്ചിരുന്ന തരത്തിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തല്ല, ബൈപാർട്ടീറ്റ് ഗ്രാഫ് ആവാതെ വരും. നമ്മളോട് ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്, ഷോ ദാറ്റ് എന്നാ പറയുന്നത്. C6 ബൈപാർട്ടീറ്റ് ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളോട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഇപ്പം ഞാൻ നേരത്തെ വരഞ്ഞ് കാണിച്ചിരുന്നു അല്ലേ, ഇവിടെയുള്ള സെറ്റ്സിന് V1, ഇവിടെയുള്ള വെർട്ടീസസിന് V1 എന്നും ഇവിടെയുള്ള വെർട്ടീസസിന് V2 എന്നുള്ള അതിനുള്ള തരത്തിൽ ബൈപാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻസ് ഒന്നും ശരിയാവില്ല. അപ്പോൾ ഈ ഒരു തരത്തിലാണ് ബൈപാർട്ടീഷൻ എടുക്കേണ്ടത്. അത് വരഞ്ഞു വെക്കണം. അതിനുശേഷം നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് വേർഡ്സിൽ എഴുതി വെക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം, നമ്മളിപ്പോൾ ബൈപാർട്ടീറ്റ് ഗ്രാഫ് ആണ് എന്നാണല്ലോ നമ്മൾ കാണിച്ചത് അല്ലേ. ഇനി നമുക്ക് ബൈപാർട്ടീറ്റ് ഗ്രാഫ് അല്ലാത്തതിനൊരു എക്സാമ്പിൾ വേണം. ഓക്കെ, അപ്പം നമുക്ക് പറയണം, ഇവിടെ നോക്കിക്കേ, ഷോ ദാറ്റ് K3 ഈസ് നോട്ട് ബൈപാർട്ടീറ്റ് എന്നാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, K3 എന്ന് പറയുന്നത് ബൈപാർട്ടീറ്റ് അല്ല എന്നാണ് നമ്മളോട് ഷോ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ K3 എന്താ ഇപ്പോൾ ഈ K3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാഫിലെ ആ കംപ്ലീറ്റ് ഗ്രാഫിൽ എത്ര വെർട്ടീസസ് വേണം, 3 വെർട്ടീസസ് വേണം. ബാക്കി ഡെഫിനിഷനാണ് എങ്ങനെ കംപ്ലീറ്റ് ഗ്രാഫ് വരയ്ക്കുക എന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. സോ അത് ഓർമ്മയില്ലാത്തവർ അത് വീണ്ടും കേട്ടിട്ട് ഇങ്ങനെ വരയ്ക്കാമെന്ന് മനസ്സിലാവും. അപ്പം നമ്മുടെ K3 എന്ന് പറയുന്നത് ഈ ഒരു ഫിഗർ ആണ് വരുന്നത്. ഇപ്പം ഞാൻ ഇതിലെ വെർട്ടീസസിനെ ഞാൻ ABC എന്ന് പേരിട്ടു. ഓക്കെ, അങ്ങനെ പേരിട്ട് കഴിഞ്ഞാൽ നമുക്കിതിനെ നമുക്ക് V എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് ABC എന്നാണ് നമുക്ക് വരയ്ക്കും. ഓക്കെ, ഇപ്പം ഞാനിതിനെ പാർട്ടീഷൻ ചെയ്യാനേ ഇന്ന് ഞാനൊരു പാർട്ടീഷൻ എടുത്തു. V1 is equal to നമുക്ക് എന്തെടുക്കുകയാണ്, AB എന്നെടുത്തു. ആൻഡ് V2 എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ, C എന്ന് പറയുന്നത്. ഓക്കെ, ഇനി A to B തമ്മിലൊരു വെർട്ടീസസ് വരുന്നുണ്ട്, അല്ല സോറി, A to B എന്ന് പറയുന്ന ഇതിലൊരു എഡ്ജ് വരുന്നുണ്ട്. സോ ഇവിടെ തന്നെ V1 തന്നെ നമുക്ക് എഡ്ജ് വരുന്നു, A to Bയിലൊരിട്ട് ഒരു എഡ്ജ് വരുന്നു. അപ്പം അങ്ങനെയുള്ള ബൈപാർട്ടീഷൻ എടുത്ത് അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ അതെന്ന് പറയുന്നത് ബൈപാർട്ടീറ്റ് ഗ്രാഫിൻ്റെ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ല അല്ലേ. അതായത് സെയിം വെർട്ടീസസ്, അതായത് V1 ഉം V2 ആയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തു, പിന്നെ V1 വെർട്ടീസസ് തമ്മിലായിട്ട് ഒരു എഡ്ജ് വരാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു തരത്തിലുള്ള പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ അതല്ല. ഇനി നമ്മൾ അടുത്ത തരത്തിലുള്ള പാർട്ടീഷൻ എടുക്കുകയാണ്. ഏതാണ് അടുത്ത തരത്തിലുള്ള പാർട്ടീഷൻ എന്ന് പറയുന്നത്? ഓക്കെ, അതായത് V1 നമ്മൾ Aയും Bയും എടുത്തു. ഓക്കെ, ഇത് മാഞ്ഞു, ABC എന്നെടുത്തു. അടുത്തതിൽ C എന്നുള്ളത് എടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിക്കേ, Aയും Bയും തമ്മിൽ ഇതാണ് നമ്മൾ നേരത്തെ എടുത്തില്ലേ. ഞാനിവിടെ Aയും Cയും ആക്കിയിട്ട് മാറ്റി ഇവിടെ B ആക്കി എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കിക്കേ, Aയും Cയും വീണ്ടും തമ്മിൽ എന്ത് വരുന്നുണ്ട്, ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ സിയിലെ ഈ ഒരു C ഇവിടെയാണ് എടുത്ത് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ B to C എന്ന് പറയുന്ന ഒരു എഡ്ജ് വീണ്ടും വരുന്നു. സോ ഈ ഒരു കേസിൽ നമുക്ക് എന്താ വരുന്നത്, ഒരു എഡ്ജ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഗ്രാഫിലെ ഇപ്പം നമ്മൾ ഈ ഒരു ഗ്രാഫിലെ വെർട്ടീസസിനെ എങ്ങനെ ഏത് തരത്തിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എങ്ങനെയായിരിക്കും, അതായത് സെയിം വെർട്ടെക്സ് സെറ്റിലെ വെർട്ടീസസ് തമ്മിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു എഡ്ജ് വരുന്നുണ്ട്. അതായത് നമ്മൾ V-നെ V1 ഇൻറ്റു V2 എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമുക്ക് V1 രണ്ട് വെർട്ടീസസ് തമ്മിൽ ഒരു എഡ്ജ് വരും, അല്ലെങ്കിൽ V2 രണ്ട് വെർട്ടീസസ് തമ്മിൽ നമുക്ക് എന്ത് വരും, ഒരു എഡ്ജ് വരും. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് കണ്ടീഷൻ ഓഫ് ബൈപാർട്ടീഷന് ഹോൾഡ് ചെയ്യുന്നില്ല, എഗെയിൻസ്റ്റ് ആണ്. അപ്പം അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, K3 എന്ന് പറയുന്നത് ബൈപാർട്ടീറ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ,
നേരത്തെ കേസിൽ നമ്മൾ ആദ്യം ഒരു ബൈ പാർട്ടീഷൻ നോക്കി അല്ലേ, അതായത് C6 ആദ്യം ഒരു ബൈ പാർട്ടീഷൻ എടുത്തു. പക്ഷെ അല്ല, അങ്ങനെയല്ല, നമ്മൾ V1നും V2നും പാർട്ടീഷൻ ചെയ്ത് നോക്കി, അപ്പം തന്നെ അത് ശരിയാവണില്ല. പക്ഷെ നമുക്ക് രണ്ടാമത് വേറെ തരത്തിലുള്ള പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ V1ൻ്റെ, അതായത് നമ്മുടെ ബൈ പാർട്ടി ഗ്രാഫിൻ്റെ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്തിട്ടുള്ള തരത്തിൽ നമുക്കതിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് എന്താണ് ബൈ പാർട്ടിറ്റാണെന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ എങ്ങനെയൊക്കെ പാർട്ടീഷൻ ചെയ്ത് നോക്കുമ്പോഴൊന്നും എന്ത് ആവണില്ല, ശരിയാവണില്ല. അതുകൊണ്ടാണ് നമുക്കത് എന്താവാതിരുന്നത്, ബൈ പാർട്ടീറ്റ് ഗ്രാഫ് ആവാതിരുന്നത്. ഓക്കെ, പിന്നെ നമുക്കത് എങ്ങനെ വേർഡ്സിൽ എഴുതണം എന്ന് പറയാം. To verify this, if we divide the vertex set of K3 into two disjoint set, one of two sets must be contain two vertices എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞത്, അതായത് നമ്മൾ വെർട്ടെക്സ് സെറ്റിനെ നമ്മൾ രണ്ട് ഡിസ്റ്റോയിൻ്റ് സെറ്റ്സ് ആക്കിയിട്ട്, അതായത് K3യുടെ വെർട്ടെക്സ് സെറ്റിനെ നമ്മൾ രണ്ട് ഡിസ്റ്റോയിൻ്റ് സെറ്റായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്താലും ഒരെണ്ണം എന്ന് പറയുന്നത് രണ്ട് വെർട്ടിസസ് ഉണ്ടായിരിക്കണം അല്ലേ. അതായത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ V1ലോ V2ലോ രണ്ട് വെർട്ടിസസ് വന്നേ പറ്റുള്ളൂ അല്ലേ. ആകെ 3 വെർട്ടിസസ് ഉള്ളൂ. അപ്പം നമുക്കതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എപ്പോഴും എന്ത് വരും, രണ്ടെണ്ണം വരും. ഓക്കെ, ഇഫ് ദ ഗ്രാഫ് were bipartite, these two vertices could not be കണക്റ്റഡ് ബൈ എൻ എഡ്ജ്. ഓക്കെ, ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ബൈപാർട്ടേറ്റ് ആവണമെങ്കിൽ, അതായത് ആ ഒരു രണ്ട് വെർട്ടീസസ് തമ്മിൽ, അതായത് നമ്മൾ പറഞ്ഞു രണ്ടെണ്ണാക്കി V1ഉം V2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഈ V1ലെയോ V2ലെയോ ഏതെങ്കിലും രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ നമുക്ക് എന്ത് വരും, ഒരു എഡ്ജ് വരും അല്ലേ. അപ്പോൾ അങ്ങനെ എഡ്ജ് വരാൻ പാടില്ല. ബട്ട് in K3 ഈച്ച് വെർട്ടെക്സ് ഈസ് കണക്റ്റഡ് ബൈ ഈച്ച് അതർ. പക്ഷെ K3യിലാണെങ്കിൽ നമുക്ക് K3യുടെ ഗ്രാഫ് അറിയാമല്ലോ എങ്ങനെയാണ്, ഇപ്പോൾ എല്ലാ വെർട്ടിസസും തമ്മിൽ എന്തുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളത് വേർഡ്സിലിവിടെ എഴുതിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിതാണ് എന്ത് ചെയ്യേണ്ടത്, വേർഡ്സിൽ എഴുതിയിട്ട്, ഇങ്ങനെ വേർഡ്സിൽ എഴുതിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, K3 ഈസ് നോട്ട് എ ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. അതെന്താണ് ഈ വേർഡ്സിൽ എഴുതിയതായിരുന്നു ഞാൻ നേരത്തെ ഫിഗർ വരഞ്ഞ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചത്. ഓക്കെ, അപ്പം അത്രയാണ് അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, പുതിയൊരു ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ സബ് ഗ്രാഫ് ഓഫ് എ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്കൊരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് എന്താണെന്ന് പഠിക്കണം. ഓക്കെ, പിന്നെ അടുത്ത ഡെഫിനിഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ് ഗ്രാഫ് ഓഫ് എ ഗ്രാഫ് ജി എന്ന് പറയണം. ഓക്കെ, അപ്പം എന്താ ഡെഫിനിഷൻ പറയണത് നോക്കാം. എ സബ് ഗ്രാഫ് ഓഫ് എ ഗ്രാഫ് ജി is equal to V is a graph H is equal to WF where W subset are equal to V and F subset are equal to E എന്ന് പറയുന്നു. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒരു ഗ്രാഫ്, സബ് ഗ്രാഫ് ഓഫ് എ ഗ്രാഫ്, നമുക്ക് ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. ആ ജീൻ്റെ വെർട്ടിസസിന് നമ്മൾ വി എന്നും അതേമാതിരി തന്നെ എഡ്ജസിനെ ഇ എന്നും പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി എച്ച് എന്ന് പറയുന്ന വേറൊരു ഗ്രാഫ് ഉണ്ട്, അതിൻ്റെ വെർട്ടിസസിനെ നമ്മൾ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് സിമ്പൽ ലേബൽ ചെയ്തു. അതേമാതിരി തന്നെ എഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ലേബൽ ചെയ്യുന്നത് എഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എഡ്ജസിനെയും ലേബൽ ചെയ്തു. ഓക്കെ, അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് ആണെന്ന് പറയണമെങ്കിൽ ഈ ഡബ്ല്യു എന്ന് പറയുന്ന വെർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന വെർട്ടെക്സ് സെറ്റിൻ്റെ എന്തായിരിക്കണം, ഒരു അതായത് വി എന്ന് പറയുന്ന വെർട്ടെക്സ് സെറ്റിൽ കണ്ടെയ്ൻ ചെയ്യണം, വെർട്ടെക്സ് സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെൻ്റ് ആയിരിക്കണം. അതേമാതിരി തന്നെ എഫ് എന്ന് പറയുന്നത് ആ എഡ്ജ് സെറ്റിൻ്റെ, അതായത് ജീൻ്റെ എഡ്ജ് സെറ്റിൻ്റെ, അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ എഡ്ജ് സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും എന്ത്, എഫ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇ ആയിരിക്കും. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് പറയാൻ പറ്റും, സബ് ഗ്രാഫ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി അത് നമുക്ക് എങ്ങനെയാണ് എന്താ പറഞ്ഞിരിക്കണമെന്ന് പറയാം. ഇപ്പം ഞാനൊരു ഗ്രാഫ് എടുത്തു. ഇപ്പം ഈ ഒരു ഗ്രാഫായിരുന്നു നമ്മുടെ ജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്തതൊരു ഗ്രാഫ് വരയ്ക്കാണ്. ഓക്കെ, ഇപ്പം ഈ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞ് ഞാൻ വരച്ച് കഴിഞ്ഞപ്പോൾ ഇതെന്ന് പറയുന്നത് എച്ച്, ഈ എച്ച് എന്ന് പറയുന്നത് സബ് ഗ്രാഫ് ഓഫ് ജി ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിൽ ഇത്ര വെർട്ടിസസ്, അതായത് ഇപ്പം ഞാൻ ഇതിന് പേരും ഉണ്ടായിരുന്നെങ്കിൽ എയും ബിയും അല്ലേ, അപ്പം ഇത് എയും ബിയും ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടിസസ് എ ബി എന്ന് പറയുന്നത് എന്തിൻ്റെ സബ്സെറ്റാണ്, ഇതിൻ്റെ വെർട്ടിസസുകളുടെ ജിയുടെ വെർട്ടിസസുകളുടെ ഒരു സബ്സെറ്റ് അല്ലേ. ഓക്കെ,
അതായത് ഇത്രയേ ഉള്ളൂ. ഞാനിതിന് എ ബി സി ഡി എന്ന് പേര് കൊടുത്തിരുന്നെങ്കിൽ വിൻ്റെ വെർട്ടിസസുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എ ബി സി ഡി ആണ്. ഓക്കെ, ഇതിൻ്റെ വെർട്ടിസസുകൾ നമ്മൾ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എ ബി എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റും ഇതിലില്ലേ? ഉണ്ട്. അപ്പോൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയാണ്. ഇനി അതേമാതിരി എഡ്ജസ് ഇതേമാതിരി എഴുതുമ്പോൾ ഞാൻ എ ടു ബി ഉള്ള എഡ്ജ്, ബി ടു സി ഉള്ള ഒരു എഡ്ജ്, ഇങ്ങനെ. അപ്പോൾ എ ടു ബി ഉള്ള എഡ്ജ് തന്നെയാണ് ഇവിടെ എന്താണ് എ ടു ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഇതിലുണ്ട്, ഇതിൻ്റെ ഈ എഡ്ജ് തന്നെയാണ് അവിടെ. അപ്പോൾ അങ്ങനെ വരുന്നത് തന്നെയാണ് നമ്മുടെ സബ് ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഇതിൻ്റെ വേറെ ഒരു സബ് ഗ്രാഫ് നമുക്ക് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വരച്ചിരിക്കുന്നത് ഇതിൻ്റെ വേറെ സബ് ഗ്രാഫാണ്. അതേമാതിരി തന്നെ നമ്മൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് ഒരു വേറെ സബ് ഗ്രാഫാണ്. ഇനി വെറുതെ ഇങ്ങനെ വരച്ചാൽ അതൊരു സബ് ഗ്രാഫാണ്. പിന്നെ ഈ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു സബ് ഗ്രാഫാണ്. ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻ ഒരു സബ് ഗ്രാഫാണ്. അതായത് നമ്മൾ ഈ ഓരോ പോർഷനാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ പേര് കൊടുത്തിട്ട് എഴുതുമ്പോഴാണ് ശരിയാവുള്ളൂ. എ ബി സി ഡി എന്ന് കൊടുക്കണമെങ്കിൽ ഇത് എ ബി സി എന്ന് പറയുന്നത്, ഇത് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഡി ഇ എന്ന് പറയുന്നത്, ഇത് എന്ന് പറയുന്നത് എ ബി, ഞാൻ ഈ വരഞ്ഞിരിക്കുന്നത് ബി സി എന്ന് പറയുന്നത്, ഇപ്പം ഈ വരഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഡി സി എന്ന് പറയുന്നത്, ദെൻ എ ഡി. ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ സബ് ഗ്രാഫ്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ചെറിയ ഗ്രാഫാണ് നമ്മൾ സബ് ഗ്രാഫിന് പഠിച്ചത്. അപ്പോൾ ഇനി കുറച്ചുകൂടി വലുതാക്കിയിട്ട് അതിൻ്റെ പറയണതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു സബ് ഗ്രാഫിനെ എപ്പോഴാണ് പ്രോപ്പർ സബ് ഗ്രാഫ് എന്ന് പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, എ സബ് ഗ്രാഫ് എച്ച് ഓഫ് ജി ഈസ് എ പ്രോപ്പർ സബ് ഗ്രാഫ് ഓഫ് എ ഗ്രാഫ് ജി ഇഫ് എച്ച് നോട്ട് ഇസ് ഈക്വൽ ടു ജി എന്ന് പറയുമ്പോൾ. ഓക്കെ, അതായത് നമ്മൾ ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, അതിൻ്റെ ഒരു സബ് ഗ്രാഫാണ് എച്ച്. ആ ജി എന്ന് പറയുന്നതും എച്ച് എന്ന് പറയുന്നതും ഈക്വൽ അല്ലാത്ത കേസിൽ വരികയാണെങ്കിൽ അങ്ങനെയുള്ള സബ് ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോപ്പർ സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഞാൻ നേരത്തെ വരച്ച ഒരു ഗ്രാഫാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ജി ആണ്. ഇനി ഞാൻ അടുത്തത് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ വരച്ചു. ഇങ്ങനെയാണ് ഗ്രാഫ് വരച്ച എച്ച് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എ ബി സി ഇങ്ങനെ എടുത്തു. ഇപ്പോൾ ഈ നോക്കിക്കേ, ഇത് രണ്ടും ഈ എച്ച് എന്ന് പറയുന്നതും ജിൻ്റെ ഒരു സബ് ഗ്രാഫ് തന്നെയാണ്. എച്ചും ജിയും ഇവിടെ എന്താണ്? ഈക്വലും ആണ് അല്ലേ? ഒരേ മാതിരി തന്നെ വരുന്നത്. അതായത് നമ്പർ ഓഫ് വെർട്ടിസസ് ഈക്വൽ ആണ്, നമ്പർ ഓഫ് എഡ്ജസ് ഈക്വൽ ആണ്. ഇവിടെ അതെ എ ടു ബി തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, ഇവിടെ എ ടു ബിയിലോട്ടൊരു കണക്ഷൻ ഉണ്ട്, ഇവിടെയും ബി ടു സിയിലോട്ടൊരു കണക്ഷൻ ഉണ്ട്. സോ ഹിയർ ആൾസോ ബി ടു സി ഒരു കണക്ഷൻ ആൻഡ് സി ടു എക്ക് ഒരു കണക്ഷൻ ഉണ്ട്, സി ടു എക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ജിയും എച്ചും ഈക്വൽ ആണെന്ന് പറയും. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ സബ് ഗ്രാഫ് എന്ന് പറയുന്നത് എച്ച് ബി എ സബ് ഗ്രാഫ് ഓഫ് ജി വെർ എച്ച് ഈസ് നോട്ട് എ പ്രോപ്പർ സബ് ഗ്രാഫ് ഓഫ് ജി എന്ന് പറയുന്നത്. എച്ച് എന്ന് പറയുന്നത് എന്തെല്ലാം? പ്രോപ്പർ സബ് ഗ്രാഫ് അല്ല. കാരണം എന്താ? ഇവിടെ എച്ച് ഈക്വൽ ടു ജി ആണ്. സോ എച്ച് നോട്ട് ഇസ് ഈക്വൽ ടു ജി ആവുന്ന കേസിലാണ് നമ്മൾ എന്ത് പറയുക? പ്രോപ്പർ സബ് ഗ്രാഫ് എന്ന് പറയും. ഇപ്പം ഞാൻ അടുത്തൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇത്രയും മാത്രം വരച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് എ ബി സി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോപ്പർ സബ് ഗ്രാഫ് ഓഫ് ജി ആണ്. കാരണം എന്തല്ല? എച്ചും ജിയും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കേസിൽ എന്ത് പറയാൻ പറ്റും? എച്ച് എന്ന് പറയുന്നത് ഇസ് എ പ്രോപ്പർ സബ് ഗ്രാഫ് ഓഫ് ജി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായിരുന്നു നമ്മുടെ ഇവിടെ പ്രോപ്പർ സബ് ഗ്രാഫിൻ്റെ ഡെഫിനേഷൻ പഠിച്ചത്. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ വീണ്ടും ഞാനൊരു ഗ്രാഫിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ V1 V2 V3 V4 V5 V6 ഇതാണ് നമ്മളൊരു ഗ്രാഫ് വരഞ്ഞ്. ഇനി നമ്മൾ എച്ച് എന്ന് പറയുന്ന ഗ്രാഫ് നമ്മൾ ഇത്രയും മാത്രം വരഞ്ഞു. ദെൻ എച്ച് എന്ന് പറയുന്നത് ഒരു സബ് ഗ്രാഫ് ഓഫ് ജി ആണ്. ഓക്കെ, കാരണം എന്താ? ഇവിടെ നമുക്ക് വെർട്ടിസസ് V1 V2 V3 V4 V5 V6 എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? അതായത് വെർട്ടിസസ് ഓഫ് ജി ആൻഡ് എച്ച് ആർ സെയിം ആണ്. ദെൻ V1 ഉം V2 തമ്മിൽ നമുക്ക് എന്താണ്? ഒരു എഡ്ജ് ഉണ്ട്. സോ ഹിയർ ആൾസോ V1 to V2 ഒരു എഡ്ജ് ഉണ്ട്, V3 to V4 എന്ന് പറയുന്നത് ഒരു എഡ്ജ് ഉണ്ട്. ഓക്കെ, അതിന് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക? ഈ എഡ്ജ് എച്ചിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് എന്തിൻ്റെ
ജിൻ്റെ എഡ്ജസിൻ്റെ ഒരു സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? എച്ച് ഈസ് എ സബ് ഗ്രാഫ് ഓഫ് ജി ആണ്. ഓക്കെ, ഇപ്പോൾ ചെറിയ ചെറിയ എക്സാമ്പിളല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് വരും. കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ഗ്രാഫ്സ് വരഞ്ഞ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രോബ്ലമാണ് ഡ്രോ എ സബ് ഗ്രാഫ് ഓഫ് K5. ഓക്കെ, ഇപ്പം നമ്മളോട് ഇത്രയും പറയാം, ക്വസ്റ്റ്യനിൽ ഇത്ര മാത്രമേ തന്നിട്ടുണ്ടായിരിക്കുള്ളൂ. ഡ്രോ എ സബ് ഗ്രാഫ് ഓഫ് K5 ഒരു സബ് ഗ്രാഫ് വരയ്ക്കാൻ. നമുക്കിഷ്ടമുള്ളത് വരയ്ക്കാം, ഇന്ന മാതിരി വരയ്ക്കണം എന്നൊന്നുമില്ല, പക്ഷെ ഏത് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് K5 വരയ്ക്കണം അല്ലേ. അപ്പോൾ K5 നമ്മൾ വരച്ച് വെക്കാം. K5 എങ്ങനെ വരയ്ക്കാം എന്നൊക്കെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ ഒരു ഫിഗറിലാണ് നമ്മുടെ K5 വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു സബ് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ എഡ്ജസ് തന്നെ എടുത്തു. ഏതൊക്കെ എടുത്തു? ഇ എന്ന് അല്ല, എഡ്ജല വെർട്ടീസസ്, ഇ എന്ന് പറയുന്ന വെർട്ടീസസ്, എ എന്ന് പറയുന്ന ഒരു വെർട്ടീസ്, ബി എന്ന് പറയുന്ന വെർട്ടീസസും, സി എന്ന് പറയുന്ന വെർട്ടീസസ്, ഇത്രയും വെർട്ടീസസ് ഞാൻ എടുത്തു. ഇനി അതേമാതിരി തന്നെ ഇ ടു എയിലോട്ടുള്ള എഡ്ജ് എടുത്തു. അതേമാതിരി തന്നെ എ ടു ബിയിലോട്ടുള്ള ഒരു എഡ്ജ് എടുത്തു. ദെൻ ബി ടു ഇ എന്ന് പറയുന്നതിലേക്ക് ഒരു എഡ്ജും, ബി ടു സിയിലോട്ട് എന്ന് പറഞ്ഞ ഒരു എഡ്ജും, അതേമാതിരി തന്നെ എ ടു സിയിലോട്ടുള്ള ഒരു എഡ്ജ് കൊടുത്ത് നമ്മളൊരു ഗ്രാഫ്, ഈ ഒരു ഗ്രാഫ് ഇതേമാതിരി ഇങ്ങനെ തന്നെ ഫിഗർ വരഞ്ഞപ്പോൾ കുറച്ച് മാറിപ്പോയതാണ്. അപ്പം നമ്മൾ ഇതേമാതിരി ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഈ ലേബൽ ചെയ്ത് അത്രയും എഡ്ജസും വെർട്ടീസസും മാത്രം എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. അതാണ് നമ്മുടെ പുതിയ എച്ച് എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ എച്ച് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? സബ് ഗ്രാഫ് ഓഫ് ജി ആയിട്ട് മാറി. എന്തുകൊണ്ടാണ്? നമുക്ക് കണ്ടീഷൻ ഇത്രയേ വേണ്ടുള്ളൂ അല്ലേ. അതായത് എച്ച് എന്ന് പറയുന്ന ഒരു പുതിയ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എച്ചിലെ വെർട്ടെക്സസുകളുടെ വെർട്ടിസസ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കണം? ജിയിലുണ്ടായിരിക്കണം. അതേ ജിയിലുള്ള വെർട്ടിസസ് തന്നെയാണ് ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. അതേമാതിരി എഡ്ജസ് നമ്മൾ എടുക്കുമ്പോൾ ആ എഡ്ജസ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ വേണം? ജിയിൽ വേണം. അതിനാണ് നമ്മൾ പറഞ്ഞത് വെർട്ടിസസുകളുടെ കളക്ഷനോ, അതായത് വെർട്ടിസസ് ഓഫ് എച്ച് എന്ന് പറയുന്നത് ഇസ് എ സബ്സെറ്റ് ഓഫ് വെർട്ടിസസ് ഓഫ് എവിടെ എന്തായിരിക്കും? ജി ആയിരിക്കും. അതേമാതിരി തന്നെ വെർട്ടിസസ് അല്ല, എഡ്ജസ് ഓഫ് എച്ച് എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് എഡ്ജസ് ഓഫ് ജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കണ്ടീഷൻ ഹോൾഡ് ചെയ്തിട്ട് നമുക്കൊരു ഗ്രാഫ് വരച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് ഒരു സബ് ഗ്രാഫ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ? അല്ല, നമുക്ക് വേറെയും വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരിക്കും സബ് ഗ്രാഫ്. ഇപ്പോൾ എങ്ങനെ വരയ്ക്കാം? ഞാൻ മൊത്തം വെർട്ടിസസ് എടുക്കുകയാണ്. എ ബി സി, ഓക്കെ, ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇത് എ ബി സി ഡി ഇ എന്ന് പറഞ്ഞു. ഇനി ഞാൻ എടുക്കുന്നത് എഡ്ജസ് എടുക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ് എഡ്ജ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഇത് ഈ പുതിയ ഗ്രാഫ്, ഞാൻ ഇപ്പോൾ പുതിയ ഗ്രാഫ് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് എന്താണ്? ജീൻ്റെ സബ് ഗ്രാഫാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് പലതരത്തിൽ നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും? സബ് ഗ്രാഫ്സ് വരയ്ക്കാൻ പറ്റും. സോ അതാണ് സബ് ഗ്രാഫ്. ഇപ്പം നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ വരച്ചോളന്നില്ല, ഈ ഒരു ഫോമിൽ വരച്ചു കഴിഞ്ഞാലും അത് എന്ന് പറയുന്നത് സബ് ഗ്രാഫാണ്. ഓക്കെ, എത്രയും കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് സ്പാനിങ് സബ് ഗ്രാഫ് എന്താണ്? ഓക്കെ, എന്താണ് സ്പാനിങ് സബ് ഗ്രാഫ്? ഇപ്പോൾ സ്പാനിങ് സബ് ഗ്രാഫ്, എ സബ് ഗ്രാഫ് എച്ച് ഓഫ് ജി ഈസ് കാൾഡ് എ സ്പാനിങ് സബ് ഗ്രാഫ് ഇഫ് വി ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു വി ഓഫ് ജി എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ സബ് ഗ്രാഫ് എന്ന് നമ്മൾ പറഞ്ഞ കേസിൽ നമുക്ക് എന്ത് ചെയ്യണം? എച്ചിൻ്റെയും ജിൻ്റെയും വെർട്ടീസസുകളുടെ കളക്ഷൻ ഈക്വൽ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, സബ്സെറ്റ് ആയാൽ മതി. പക്ഷേ ഒരു സബ് ഗ്രാഫ് എച്ച് ഓഫ് ജി എന്ന് പറയുന്നത് സ്പാനിങ് സബ് ഗ്രാഫ് ആവണം എന്നുണ്ടെങ്കിൽ വെർട്ടിസസ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു വെർട്ടിസസ് ഓഫ് ജി ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? എ സബ് ഗ്രാഫ് എച്ച് ഓഫ് ജി ഈസ് കാൾഡ് എ സ്പാനിങ് സബ് ഗ്രാഫ് ഇഫ് വി ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു വി ഓഫ് ജി ആയിരിക്കണം എന്നാ പറഞ്ഞത്. ഇപ്പം നമ്മളിവിടെ എക്സാമ്പിൾ വരികയാണ്. ഇപ്പം ഞാൻ ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് എടുത്തു. ആ ഗ്രാഫിൻ്റെ ഇനി നമ്മൾ ഇത് എച്ച് എന്ന് പറയുന്ന ഗ്രാഫാണ് അല്ലേ. അപ്പോൾ എ ബി സി ഡി എന്നെടുത്തു, എ ബി സി ഡി അല്ലേ. അപ്പോൾ ഇത് നോക്കിക്കേ, വിൻ്റെയും
സോറി ജിൻ്റെയും എച്ചിൻ്റെയും വെർട്ടിസസുകൾ സെയിം ആണ് അല്ലേ, ഒരേ മാതിരിയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്താ പറയുക സ്പാനിഷ് സബ് ഗ്രാഫ് എന്ന് പറയും. ഇപ്പം ഈ ഗ്രാഫിൽ ഈ ഒരു വെർട്ടിസസ് ഇല്ല, ഇപ്പം ഞാൻ ഇതില്ലാതെ ചോദിച്ചു, ഇത് മാത്രമേ ഉള്ളൂ, ഇത്രയും മാത്രമേ ഉള്ളെങ്കിൽ ഇതൊരു സബ് ഗ്രാഫാണ്, പക്ഷെ അതെന്തല്ല സ്പാനിങ് സബ് ഗ്രാഫ് അല്ല. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ മുകളിൽ തന്നെ സബ് ഗ്രാഫിൻ്റെ എക്സാമ്പിൾ പഠിച്ച സമയത്ത് നമ്മളൊരു ഗ്രാഫ് ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ് സ്പാനിങ് സബ് ഗ്രാഫാണ്. കാരണം എന്താ ഇതിന് V1 V2 V3 V4 V5 V6 ഇതിലും അതന്നെ അതേ വെർട്ടിസസ് തന്നെ, അതായത് V ഓഫ് ജിയും അതേമാതിരി തന്നെ V ഓഫ് എച്ച് എന്ന് പറയുന്നതും സെയിം ആണ്. അതായത് ജീൻ്റെ വെർട്ടിസസുകളുടെ കളക്ഷനും എച്ചിൻ്റെ വെർട്ടിസസുകളുടെ കളക്ഷനും സെയിം ആണ്. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ സ്പാനിഷ് സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പം സ്പാനിഷ് സബ് ഗ്രാഫ് ആണെങ്കിൽ ആദ്യം എച്ച് എന്ന് പറയുന്ന ഒരു സബ് ഗ്രാഫ് ഓഫ് ജി ആയിരിക്കണം, എച്ചിൻ്റെ സബ് ഗ്രാഫ് ആവണം, പ്ലസ് എന്തായിരിക്കണം എച്ചിൻ്റെയും ജിൻ്റെയും വെർട്ടെക്സ് സെറ്റുകൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അങ്ങനെ വരുന്ന കേസിൽ അത് രണ്ടും സെയിം ആയിട്ട് വരുന്ന കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഡെഫിനിഷൻ നമ്മൾ പറയുന്നത് യൂണിയൻ ഓഫ് ടു സിമ്പിൾ ഗ്രാഫ്. രണ്ട് സിമ്പിൾ ഗ്രാഫിൻ്റെ യൂണിയൻ എന്താണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ടോപ്പിക്ക്, യൂണിയൻ ഓഫ് ടു സിമ്പിൾ ഗ്രാഫ്സ് എന്താണെന്ന് പറയുന്നത്. ഓക്കെ, ദ യൂണിയൻ ഓഫ് ടു സിമ്പിൾ ഗ്രാഫ്സ് G is equal to V1 E1 and G is equal to V2 E2. ഓക്കെ, ഇപ്പോൾ രണ്ട് ഗ്രാഫാണ്, രണ്ട് ഗ്രാഫിന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് G1 എന്ന് പറയുന്ന ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടെക്സ് സെറ്റിന് V1 എന്നും E1 എന്നും എടുത്തു, ആൻഡ് G2 എന്ന ഗ്രാഫ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടെക്സ് സെറ്റിന് V2 E2 എന്നും കൂടി ലേബൽ ചെയ്തെടുത്തു. ഇസ് ദ സിമ്പിൾ ഗ്രാഫ്, രണ്ടും G1 എന്ന് പറയുന്നതും G2 എന്ന് പറയുന്നതും സിമ്പിൾ ഗ്രാഫാണ്, വിത്ത് വെർട്ടെക്സ് സെറ്റ് V1 യൂണിയൻ V2 ആൻഡ് എഡ്ജ് സെറ്റ് is equal to E1 യൂണിയൻ E2. then the ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ടു സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കും. അതിൻ്റെ വെർട്ടിസസ് എന്ന് പറയുന്നത് വെർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് V1 യൂണിയൻ V2ഉം എഡ്ജ് സെറ്റ് എന്ന് പറയുന്നത് E1 യൂണിയൻ E2ഉം ആയിരിക്കും. ഇത്രേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്ര കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ രണ്ട് ഗ്രാഫ്സ് ഉണ്ട്, G1 G2 എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ G1ഉം G2ഉം ഇൻഡിവിജ്വലി ഓരോന്നും, G1 എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഗ്രാഫാണ്, G2 എന്ന് പറയുന്നത് വീണ്ടും വേറെ ഒരു സിമ്പിൾ ഗ്രാഫാണ്. അങ്ങനെയാണെങ്കിൽ G1 യൂണിയൻ G2 എന്ന് പറയുന്നത് എന്തുതന്നെയായിരിക്കും ഒരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കും. അതിൻ്റെ വെർട്ടെക്സ് സെറ്റുകൾ എന്ന് പറയുന്നത് V1 യൂണിയൻ V2യും എഡ്ജ് സെറ്റ് എന്ന് പറയുന്നത് E1 യൂണിയൻ E2 എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ദ യൂണിയൻ ഓഫ് G1 ആൻഡ് G2 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക, G1 യൂണിയൻ G2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യണത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ആകെപ്പാടെ എന്തൊക്കെ പേടി തോന്നിയിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പം നമ്മൾ G1 എന്ന് പറയുന്നത്, ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. G1 എന്ന് പറയുന്നൊരു ഗ്രാഫ് ഉണ്ടായിരുന്നു. ആ ഗ്രാഫ് V1 E. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെർട്ടിസസ് എന്ന് പറയും V1 is equal to നമുക്ക് എന്തായിരിക്കണം ABC ആയിരുന്നു. എഡ്ജ് എന്ന് പറയുന്നത് ഞാൻ ഡിനോട്ട് ചെയ്യാണ്, E1 E2 മാത്രമേ ഉള്ളൂ എഡ്ജ്. ഇനി അടുത്ത ഗ്രാഫ് നമ്മൾ G2 എടുത്തു. G2 എന്ന് പറയുന്നത് ഏതായിരുന്നു നമ്മളെടുത്ത് V2, E എന്ന് പറയുന്നത് എടുത്തു. ഇവിടുത്തെ V2 എന്ന് പറയുന്നതിലേക്ക് സിയും ഇയുമായിരുന്നു എന്ന് വിചാരിച്ചു. ഇതിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് ഈൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് E3 E4 എന്നായിരുന്നു വിചാരിച്ചു. അപ്പോൾ നമ്മൾ പുതിയ ഗ്രാഫ് എഴുതുമ്പോൾ, അതായത് G1 യൂണിയൻ G2 എന്ന ഗ്രാഫ് എഴുതുമ്പോൾ അതിൻ്റെ വെർട്ടെക്സ് സെറ്റ് അതായത് V1 യൂണിയൻ V2 ആയിരിക്കുമല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് ഏതായിരിക്കും, ഇതിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ABC. ഇനി ഇതിൽ സിയും ഇയും ഉണ്ട് അല്ലേ, നമ്മൾ ഇനി സി വീണ്ടും റിപ്പീറ്റ് ചെയ്തേണ്ട, അടുത്ത ഇല്ലാത്തത് എഴുതി വയ്ക്കുക, ഇ എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. ദെൻ അടുത്തത് E1 യൂണിയൻ E2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് ഓരോന്നും ആഡ് ചെയ്യുക, അതായത് E1 E2 ദെൻ E3 E4. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്ത് പറയുന്നത് G1 യൂണിയൻ G2 എന്ന് പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഏറെക്കുറെ. ഇനി നമുക്കൊരു എക്സാമ്പിൾ കൂടി വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ G1 എന്ന് പറയുന്നത് എടുത്തു. ഓക്കെ, G1 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് എടുത്തു, G2 എന്ന് പറയുന്ന വേറൊരു ഗ്രാഫ് എടുത്തു. ഇനി നമുക്ക് G1 യൂണിയൻ G2 ആണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ വെർട്ടിസസ് വരയ്ക്കണം. G1 യൂണിയൻ G2 എന്ന് എഴുതുമ്പോൾ വെർട്ടിസസ് വരണം. അപ്പോൾ ഇതിലെ വെർട്ടിസസ് എടുത്തു ABCDE. അപ്പോൾ നമ്മൾ ആദ്യം വരച്ചു ABCDE എടുത്തു. ഇത്രയും എഡ്ജസ് വരണം. ഇനി ഇതിൽ നോക്കാം ABCD
ഡി. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി എടുത്തതാണ്, പിന്നെ അത് വീണ്ടും വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് അങ്ങനെ തന്നെ വരച്ചു. പിന്നെ എക്സ്ട്രാ ഇവിടെ വേറെ ഒന്നുണ്ട്, എഫ്. സോ ആ എഫ് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു വരച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, എ ടു ബി നമുക്ക് ഒരു എഡ്ജ് ഉണ്ട്. സോ നമ്മൾ ആ എ ടു ബി ഉള്ള എഡ്ജ് വരച്ചു. ദെൻ ബി ടു സി ഉണ്ട്, സോ ബി ടു സി വരച്ചു. ദെൻ സി ടു ഇ ഉണ്ട്, ദെൻ നെക്സ്റ്റ് അത്. ദെൻ ഇ ടു ബി, ഇപ്പോൾ ഇ ടു ബിയിലുള്ളത് വരച്ചു. പിന്നെ നമുക്ക് എ ടു ഡി ഉണ്ട്, സോ എ ടു ഡി. ദെൻ ഡി ടു ഇ, ഇത്രയും നമ്മൾ വരച്ചു. ഓക്കെ, ഇനി ഇവിടെ വീണ്ടും എ ടു ബി ഉണ്ട്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കൊന്നും വേണ്ട, അത് ഇവിടെ ഓൾറെഡി നമ്മൾ വരച്ചു കഴിഞ്ഞു അല്ലേ. ദെൻ ബി ടു ഡിയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വരച്ചിട്ടില്ല, സോ നമ്മൾ ബി ടു ഡി എഡ്ജ് വരച്ചു. ദെൻ ബി ടു സി, ഇത് ഇവിടെ ഓൾറെഡി ഉണ്ട്. ദെൻ നമുക്ക് സി ടു എഫ് ഇല്ല, അപ്പോൾ നമ്മൾ ആ സി ടു എഫ് ഉള്ളത് നമ്മൾ അഡീഷണലി വരഞ്ഞു കൊടുത്തു. ദെൻ എഫ് ടു ബി എന്ന് പറയുന്നത്, എഫിൽ നിന്ന് ബിയിലോട്ട് ഒരു എഡ്ജിന് ഇവിടെ വരഞ്ഞിട്ടുണ്ടോ? ഇല്ല, അപ്പോൾ അത് നമ്മൾ വരഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, G1 യൂണിയൻ G2 വരഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്താ പറഞ്ഞു, നമ്മൾ G1 G2 വരഞ്ഞത്. അതായത് ഇപ്പോൾ ഇവിടെ എ ബി, ഇപ്പോൾ ഇതിൻ്റെ V1 എന്തായിരുന്നു, എ ബി സി ഡി ഇ ആയിരുന്നു. ഇതിൻ്റെ V2 എന്ന് പറയുന്നത് എ ബി സി ഡി എഫ് എന്നായിരുന്നു. എന്നിട്ട് നമ്മൾ V1 യൂണിയൻ V2 എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, എ ബി സി ഡി ഇ എഫ് എന്ന് നമ്മൾ എഴുതും. ഓക്കെ, അതേമാതിരി തന്നെ എഡ്ജസിൻ്റെ കാര്യം നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മൾ എന്ത് പറയണത്, യൂണിയൻ ഓഫ് ടു ഗ്രാഫ്സ് എന്ന് പറയണത്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ ഞാൻ ഇതേമാതിരി ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുകൂടി പറഞ്ഞു തരാണ്. ഓക്കെ, ഇത് നമ്മളൊരു ഗ്രാഫ് എടുത്തു. അപ്പം നമ്മൾ എ ബി സി ഡി. ഇനി നെക്സ്റ്റ് നമ്മളൊരു ഗ്രാഫ് എടുക്കുകയാണ്. അപ്പോൾ എ ബി ഡി ഇ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ രണ്ടിൻ്റെ കൂടെ യൂണിയൻ ഒന്ന് വരച്ച് നോക്കിക്കേ. യൂണിയൻ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് വരും, ഇങ്ങനെ വരും അല്ലേ. അതായത് എ ബി സി ഡി ഇ എന്ന് പറഞ്ഞത്. ഓക്കെ, എ ടു ബി ഒരു കണക്ഷൻ, എ ടു ബി, ബി ടു ഡി, ബി ടു ഡി, ദെൻ സി ടു ഡി, സി ടു ഡി, ദെൻ എ ടു സി, എ ടു സി നമ്മൾ വരണം. പിന്നെ എ ടു ബി ഇവിടെ ഓൾറെഡി വരുന്നതാണ്. ദെൻ ബി ടു ഡി നമ്മൾ വരുന്നതാണ്. ദെൻ ഡി ടു സി ഇല്ല, സോ അത് നമ്മൾ വരച്ച് ഡി ടു സി. ഇതായിരുന്നു നമ്മുടെ യൂണിയൻ. ഇപ്പോൾ ഇത് G1 എന്നെടുത്തു, ഇത് G2 എന്നെടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, G1 യൂണിയൻ G2 എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു ഗ്രാഫ് വരുന്നത്. ഓക്കെ, അത്രയും ഏതാണ് എന്ത് പറയുന്നത്, യൂണിയൻ ഓഫ് ഗ്രാഫ്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള അത്രയും ഉണ്ടായിരുന്നു.